ഹലോ, ഞാൻ ഡോക്ടർ ഡേവിഡ്സൺ ദേവസ്യ, ആസ്റ്റർ മെഡിസിറ്റിയിലെ കുട്ടികളുടെ ന്യൂറോളജിസ്റ്റ്. സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മൊബൈൽ കുട്ടികളുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം പാടില്ല. ഇതുവഴി ഹൈപ്പർ ആക്ടിവിറ്റി, വാശി, ദേഷ്യം, അരിശം, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, സ്പീച്ച് ഡിലേ എല്ലാം നമ്മൾ കാണാറുണ്ട്. കൃത്യസമയത്തിന് ഇവരെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും തെറാപ്പികളും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടി പൂർണ്ണമായിട്ടും നോർമലായി വരാവുന്നതാണ്. സെറിബ്രൽ പാൽസി എന്നാൽ എന്ത്? വളരുന്ന തലച്ചോറിൽ എന്തെങ്കിലും ഒരു ആഘാതം വരികയാണെങ്കിൽ അത് സെറിബ്രൽ പാൽസി എന്ന അവസ്ഥയിലേക്ക് നയിക്കാവുന്നതാണ്. എപ്പോൾ നമ്മൾ സംശയിക്കണം? കുട്ടി കൃത്യസമയത്തായിട്ട് ഇരിക്കുന്നില്ല, നടക്കുന്നില്ല, ഒരു കൈ മാത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, നടക്കുമ്പോൾ വളഞ്ഞു പോകുന്നു, വളരെയധികം ചലനങ്ങൾ അല്ലെങ്കിൽ ബാലൻസ് ഇല്ലായ്മ, സംസാരത്തിലുള്ളൊരു ഡിലേയും ആവാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ സംശയിക്കുക. പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. ജനിച്ച ഉടനെ കുട്ടി കരയുന്നില്ല, തലച്ചോറിലെ ബ്ലീഡിങ്, ജനിച്ച സമയത്ത് തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ, പലതും ആവാം. അല്ലെങ്കിൽ തലച്ചോറിലെ ഘടനയിൽ തന്നെ ഉള്ള വ്യത്യാസം കാരണങ്ങളാവാം. ഇതിന് പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്. ഡാമേജായ തലച്ചോറിനെ ഫുള്ളി നോർമലാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കതനുസരിച്ചുള്ള മരുന്നുകളും പല രീതിയിലുള്ള തെറാപ്പികളും മുഖേന കുട്ടികളെ സ്വയം ഇൻഡിപെൻഡൻ്റ് ആക്കി നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കൈകോർത്ത് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപസ്മാരം അല്ലെങ്കിൽ സീഷേഴ്സ്, അപസ്മാര രോഗം അഥവാ എപ്പിലെപ്സി ഒന്നാണോ? അല്ല. ഒരു തവണ ജെർക്കിങ് വരുന്നതിനാണ് അപസ്മാരം അല്ലെങ്കിൽ സീഷേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയും ആ ജെർക്കിങ്, ആ അപസ്മാരം പിന്നെയും വരാനായിട്ടുള്ള തലച്ചോറിൻ്റെ സ്വഭാവത്തിനെയാണ് നമ്മൾ അപസ്മാര രോഗം അഥവാ എപ്പിലെപ്സി എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നാനാ ആണ്. ലവണങ്ങളിലെ വ്യത്യാസം, തലച്ചോറിലെ ബ്ലീഡിങ്, വളരെയധികം പ്രഷർ, തലച്ചോറിലെ ഘടനയിലെ വ്യത്യാസം, അല്ലെങ്കിൽ പിന്നെയും അപസ്മാരം വരാനായിട്ടുള്ള പ്രവണതയുള്ള നോർമൽ ഘടനയിലുള്ള തലച്ചോറും ആകാം. ഇതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് അത് ഡയഗ്നോസ് ചെയ്യുക, മരുന്നുകൾ കൊടുക്കുക. ഒരു പക്ഷേ സർജറിയും വേണ്ടി വന്നേക്കാം. എല്ലാം അപസ്മാരവും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ലെങ്കിലും മുക്കാലോളം ശരിയാക്കാൻ പറ്റുന്നതാണ്. അതിൽ വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ബാധ കയറിയത് കൊണ്ടോ അപസ്മാരം വരില്ല. അപസ്മാരം വരുമ്പോൾ താക്കോൽ കൊടുത്തതുകൊണ്ടോ വെള്ളം ഒഴിച്ചതുകൊണ്ടോ വായിലേക്ക് സ്പൂണോ കർഷീഫോ കയറ്റിയത് കൊണ്ടോ അത് നിൽക്കാൻ പോകുന്നില്ല. അതിന് ആ വ്യക്തിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ച് കിടത്താം. പരിസരത്ത് ആൾക്ക് മുറിവ് വരുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവരുത്. അത് മാറ്റി വയ്ക്കുക. ആളെ സമാധാനമായിട്ട് വിടുക. ഇതിനെ ഭയക്കണ്ട. ഇത് ബാധയല്ല, പകരുന്ന അസുഖമല്ല. ഈ വ്യക്തികളെ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കൈകോർത്ത് കൊണ്ടുവരാൻ സാധിക്കും.